Hey guys, welcome back to അല്ല വേണ്ട ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു എൻസിനിക്ലോപീഡിയ. സോ ദുരന്തർ ദ റിവെഞ്ച്, അതായത് ദുരന്തർ 2. ഓ മൈ ഗോഡ്, നമ്മൾ പടം കണ്ടേച്ച് വന്നിരിക്കുകയാണ് തിയേറ്ററിൽ നിന്ന്. പടം ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം തന്നെ, അതായത് 20-ാം തീയതി. പെയ്ഡ് പ്രിവ്യൂവിൻ്റെ ഡേ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. 19-നാണ് വേൾഡ് വൈഡ് റിലീസ്. സോ 20-ന് നമ്മൾ പോയി കണ്ട് വന്നിരിക്കുകയാണ്. ആൻഡ് അന്ന് തന്നെ റിവ്യൂ ഇടാൻ പറ്റിയില്ല, കുറച്ച് പേഴ്സണൽ പരിപാടികളിലുകൊണ്ട് ഡിലേ ആയി. ആൻഡ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. സോ ദുരന്തർ 2, ദുരന്തർ ദ റിവെഞ്ച്, വാട്ട് എ ഫ്രീക്കിൻ മൂവി മാൻ. കിടിലോസ്കി തീപ്പൊരി കാട്ടത്തി വൈൽഡ് ഫയർ സാധനം. ഐ എം സോ സാറ്റിസ്ഫൈഡ്. ഇത് ഞാൻ ഈ റിവ്യൂ പറയുന്നത് അങ്ങേയറ്റം സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു പീക്ക് നോച്ചിൽ നിന്നിട്ടാണ്. കാരണം വെച്ചാൽ ദുരന്തർ 1 എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് അതിൻ്റെ റിവ്യൂ ഇട്ട ഒരാളാണ്. അതിൽ ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞത്, എന്താണ് എനിക്ക് അതിലിഷ്ടപ്പെട്ടത്, എന്താണ് ഞാൻ അടുത്ത ഭാഗം, അതായത് ഈ സെക്കൻഡ് പാർട്ടിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മേലെ നിൽക്കുന്ന സാധനം ഇവരെനിക്ക് ബ്രില്യൻ്റ്ലി തന്നു. സോ ആ ഒരു സാറ്റിസ്ഫാക്ഷനെ കൊണ്ട് ആണ് ഞാൻ ഇത് പറയുന്നത്. ദിസ് ഈസ് ഈസിലി വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ, നോട്ട് ജസ്റ്റ് കൊമേഴ്ഷ്യൽ, ഈസിലി വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ മൂവി എവർ, ഈസിലി വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ ഡുവോളജി എവർ. ഒന്നും പറയാനില്ല, അത്രയും ബ്രില്യൻ്റ് സാധനം. കിടിലൻ എന്നൊക്കെ പറഞ്ഞാൽ സംഭവം വെച്ചാൽ ദുരന്തർ 1 എന്താണോ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എൻഡ് ക്രെഡിറ്റും പാർട്ട് 2 എന്താ എക്സ്പെക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു നോട്ടിൽ നമുക്കൊരു ടീസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. എല്ലാം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെയായിരിക്കും ദുരന്തർ 2 എന്ന് എനിക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു മൈൻഡിൽ. സോ ഇറ്റ്സ് പ്രോപ്പർ മോർ, ഫസ്റ്റ് പാർട്ട് കമ്പയർ ചെയ്യുമ്പം ഫസ്റ്റ് പാർട്ടിനെക്കാട്ടിലും കൂടുതൽ ആക്ഷൻ ഓറിയൻറ്റഡ്, വയലൻറ്റ്, കൊമേഴ്ഷ്യൽ എലവേഷനും മാസി മൊമെൻറ്റ്സും ഒക്കെ ഉള്ളൊരു മോർ ഓഫ് എ കൊമേഴ്ഷ്യൽ പടം ആയിട്ടാണ് ഞാൻ ദുരന്തർ 2 അപ്രോച്ച് ചെയ്തത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ പടം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതൊരു പൊളിറ്റിക്കൽ സ്റ്റഫ് മിക്സ് ചെയ്തിട്ട് അതിനൊപ്പം എൻഡിലേക്ക് വരുമ്പോൾ മാത്രമൊക്കെ നമുക്ക് കുറച്ച് ആക്ഷൻ പരിപാടികളൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ആ ഒരു ഫൈനൽ ചാപ്റ്ററിലൊക്കെ ഇടയ്ക്ക് കുറച്ച് ഗോറി വയലൻ്റ് സീൻസ് വന്ന് പോകുന്നുണ്ട്, വിച്ച് ദ സ്റ്റോറി ഡിമാൻഡ്. സോ ദുരന്തർ 2 അങ്ങനെയല്ല, അത് കുറച്ചുകൂടെ സ്റ്റൈലൈസ്ഡ് ചെയ്തിട്ടായിരിക്കും, മോർ ആക്ഷൻ പാക്ഡ്, ഒരു ആക്ഷൻ മൂവി കാണുന്ന പോലെ. ബട്ട് അറ്റ് ദ സെയിം ടൈം പൊളിറ്റിക്സും കാര്യങ്ങളും നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കാണ്ടെന്നുള്ളൊരു ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ് ഞാൻ ദുരന്തർ 2-നെ ഞാൻ അപ്രോച്ച് ചെയ്തത്. അത് എന്താണോ അതിൻ്റെ മേലെ, അതിൻ്റെ അറ്റ് ഇറ്റ്സ് ബെസ്റ്റിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും മേലെ ഇതിൻ്റെ ഒരു പ്രോപ്പർ ബ്ലെൻഡ് എനിക്ക് ലഭിച്ചു. അറ്റ് ദ സെയിം ടൈം ഈ പൊളിറ്റിക്സ്, അതായത് ഇന്ത്യ പാക് പരിപാടി, അതുപോലെ തന്നെ ടെററിസം, ഈ ഹംസ അലി മസാരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ റെയിൻ, അതായത് ആ ഒരു വാഴ്ച, അവിടെ റഹ്മാൻ ഡക്കേറ്റിന് ശേഷം പുള്ളിക്കാരൻ അവിടുത്തെ കിങ് ഓഫ് ലയാറിക്ക ബാദ്ഷയൊക്കെയായി മാറുന്നു. അതേസമയം തന്നെ അവിടെ ഇന്ത്യയിലേക്ക് അവിടുത്തെ പരിപാടികളൊക്കെ ചോർത്തി കൊടുക്കുന്നു. ഇന്ത്യൻ ഗവൺമെൻറ് അതിന് ആക്ട് ചെയ്യുന്നു, പാകിസ്ഥാൻ അത് തിരിച്ചറിയുന്നു, റിയാക്ട് ചെയ്യുന്നു. ആക്ഷൻ ഒപ്പത്തിനൊപ്പം അത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു പ്രോപ്പർ ഹോളിവുഡ് പടത്തിലൊക്കെ കാണുന്ന മാതിരി അടിപിടി വെടിപ്പൊക്ക, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ പോലെ തന്നെ മാസി എലവേഷൻ, കുറേ ഹീറോനൊക്കെ ബിൽഡപ്പൊക്കെ ചെയ്ത് പെട്ട BGM ഉള്ള ആ ഒരു 2 വേൾഡ്സ്. ഞാൻ പറഞ്ഞല്ലോ സ്ക്രീൻ പ്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ പരിപാടീൻ്റെ ഒരു സ്റ്റോറീസ് പരിപാടി, സ്റ്റോറി ടെല്ലിങ് തന്നെ പറയാം. സ്റ്റോറി ടെല്ലിങ്ങും ഈ മാസി ക്രിഞ്ചും ചീസിനെസ്സും പ്രെഡിക്റ്റബിൾ പരിപാടി ഒന്നും അല്ലാത്ത നീറ്റ് ആൻഡ് പ്രോപ്പർ മാസി സാധനം, അല്ലെങ്കിൽ മാസി പോട്ടെ കൊമേഴ്ഷ്യൽ ആക്ഷൻ പരിപാടികളും ബ്ലെൻഡ്, ആ ഒരു പ്രോപ്പർ ബ്ലെൻഡിനാണ് ദുരന്തർ 2 ഏറ്റവും കയ്യടി അത് അർഹിക്കുന്നത്. സോ ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറെ ഒരു കൊമേഴ്ഷ്യൽ പടവും എൻ്റെ ഒരു അറിവിൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു ബ്ലെൻഡ് ഇത്രയും നന്നായി ചെയ്തു വന്നിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലുമൊക്കെ അവർക്ക് ഹീറോ ഗ്ലോറിഫിക്കേഷനും അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ ലോജിക് സീൻസൊക്കെ കാണിച്ചിട്ട് ആക്ഷന് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരു, കാരണം ഫിക്ഷണലാണല്ലോ. സോ പക്ഷേ ഇതല്ല, ഇത് റിയാലിറ്റിയിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ സംഭവിച്ച ഇൻസിഡൻസിനെയും റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെയൊക്കെ കോർത്തിണക്കി സിനിമാറ്റിക്കലി ഡ്രമാറ്റിക്കലി ഒക്കെ ഒന്ന് പൊലിപ്പിച്ചുകൊണ്ട് ഇറക്കിയൊരു സാധനമാണ്. അത് ഇത്രയും പീക്കായി ചെയ്യുക മീൻസ് ഫിക്ഷനാണോ ചോദിച്ചാൽ നോ, ഇറ്റ്സ് നോട്ട് എ ഫിക്ഷൻ, ഇറ്റ്സ് ഇൻസ്പയർഡ് ബൈ ആ റിയൽ ഇവൻറ്റ്സ്. ബട്ട് അതിൻ്റെ ഒരു സിനിമാറ്റിക് രീതിയിൽ ഒട്ടും ഓവർ ദ ടോപ്പ് ആക്കാണ്ട് എടുക്കുക പറയുമ്പോൾ ഇറ്റ്സ് ഹിമാലയൻ ടാസ്ക്. ആൻഡ് ആദിത്യധർ മോനൻ വേറെ ഒരു സംവിധായകനും ഒരു ഇന്ത്യൻ സിനിമയിലും ചെയ്യാത്ത സാധനം യു ഹാവ് പുൾഡ് ഓഫ്. ദിസ് ഈസ്
ഇത് തിയേറ്ററിൽ നിന്ന് ഇതിൻ്റെ ആ പ്രോപ്പർ ബ്ലെൻഡിങ്ങിനെ ഞാൻ ഓരോ സീൻ വരുമ്പോഴും ഇങ്ങനെ നോട്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ തന്നെ എനിക്കൊരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് നോ അതർ ഇന്ത്യൻ ഫിലിം ഹാസ് ഡൺ ദിസ് ബിഫോർ. അതാണ് ദുരന്തർ ചാപ്റ്റർ 2 അല്ലെങ്കിൽ ദുരന്തർ 2 ദ റിവെഞ്ചിലൂടെ എനിക്ക് ഫീൽ ചെയ്തത്. ചില നേരത്ത് ദിസ് ഈസ് ദ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ ഫിലിം എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. ഇത് ഞാൻ പൊക്കിയടിക്കുകയല്ല. എനിക്ക് ജിയോ സ്റ്റുഡിയോസോ ആദിത്യതറും പൈസ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ BJPയുടെ ചന്തി എഴുതുന്ന ഒന്നും അങ്ങനെ ഒരു വ്യക്തി ഒന്നുമല്ല. എനിക്ക് എന്ത് ഫീൽ ചെയ്തു ആ തിയേറ്ററിൽ 4 ഹവർ ഇരുന്നപ്പം, ദാറ്റ്സ് വാട്ട് ഐ ആം ടെല്ലിങ്. 4 ഹവർ ഇരുന്നപ്പോൾ എന്ന് പറഞ്ഞപ്പോഴാണ്, 4 ഹവർ മേ ബി ഇരുന്നിട്ടുണ്ടെങ്കിലും ഫീൽ ചെയ്തത് 2 മണിക്കൂർ പോലെ. ദുരന്തർ 1 ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് 3.5 ഹവേഴ്സിൻ്റെ പടം 2 ഹവർ പോലെ ഫീൽ ചെയ്തത്. ഇവിടെ 4 ഹവർ, ഓൾമോസ്റ്റ് 4 ഹവറിൻ്റെ പടം 2.5 ഹവേഴ്സ് ലെങ്തോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. അത്രക്ക് ടൈറ്റ്ലി പാക്ക്ഡ്, ബുള്ളറ്റ് സ്പീഡ് പോകുന്ന, എൻഗേജിങ്, എലവേറ്റിംഗ്, എൻ്റർടൈനിങ് സ്ക്രീൻ പ്ലേ, ഇമോഷൻ എല്ലാം പീക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ ആക്ടിങ് പരിപാടിയിലേക്ക് വരാം. ആക്ടിങ്, നോ മൈ ഗുഡ്നസ്, രൺവീർ സിംഗ്, ഓ മൈ ഫക്കിങ് ഗോഡ്, വാട്ട് എ ബീസ്റ്റ്, വാട്ട് എ ലെജൻഡ് എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ രൺവീർ സിംഗിനെ ഒരു ദിവസം ലെജൻഡ് എന്ന് വിളിക്കും. ആൻഡ് ഹി ഡസ് ഡിസേർവ് ദാറ്റ് ടാഗ്. വാട്ട് എ ലെജൻഡറി പെർഫോമൻസ് ആസ് ഹംസ അലി മസാറി ആൻഡ് ജസ്കിരത് സിംഗ് റങ്കി. ഓ മൈ ഗുഡ്നസ്, എന്തുവാണടാ കാണിച്ചത്. ദുരന്തർ 1 എല്ലാവരും മറ്റേ അക്ഷയ് ഖന്നയുടെ റഹ്മാൻ ദ കേട്ടിനെ പൊക്കിയടിച്ചു ഗ്ലോറിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയൊരു സംഭവം എന്ന് വെച്ചാൽ, ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയത് അത് രൺവീർ സിംഗ് ആണ്. അത്രയും സട്ടിൽ ആൻഡ് കൺട്രോൾഡ് ഒരു ആക്ടിങ്. സ്പൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പൈ ജീവിക്കുകയാണ്. കാരണം സ്പൈക്ക് ഒരിക്കലും ഓവർ എക്സ്പ്രസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ കൺട്രോൾഡ് സംഭവം അതിൻ്റെ പീക്കിൽ ചെയ്തുകൊണ്ട് ആക്ടിങ് വൈസ് രൺവീർ സിംഗ് ആണ് അക്ഷയ് ഖന്നേൻ്റെ മേലെ നിന്നത്. പക്ഷേ എല്ലാം ഓവറോൾ നോക്കുമ്പോൾ ഒരു സെലിബ്രേഷൻ മെറ്റീരിയൽ ആയിട്ട് അക്ഷയ് ഖന്ന സ്റ്റുഡ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു അക്ഷയ് ഖന്നേനെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും ഡോമിനൻ്റ് ആണെന്ന് പറഞ്ഞത്. ബട്ട് ഇങ്ങോട്ട് വരുമ്പം സർ രൺവീർ സിംഗ് അഴിഞ്ഞാട്ടം. എമ്മാതിരി എനർജി ആയി ചങ്ങായിക്ക്, അമ്മോ എനർജി ഒന്നും പറയണ്ട. പീക്ക് എനർജി എന്നൊക്കെ പറയാം. ഡെഡിക്കേഷൻ. ഈ ഹംസ അലി മസാരിക്ക് വേണ്ടിയിട്ട് ബൾക്കായ ഒരു ഡൈനോസർ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് മുന്നേ തന്നെ ഹംസയ്ക്ക് വേണ്ടി ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതിന് മുന്നേ ജസ്കിരത് സിംഗ് റങ്കിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്കിന്നി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ലീൻ ഫിഗർ എടുക്കുക. പിന്നെ അതിന് ശേഷം ഇവർ ഈ ദുരന്തർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവരെ ടീമിലെടുക്കുമ്പം ട്രെയിനിങ് പീരീഡ് കുറച്ച് ഒരു മിഡിൽ ഫിസിക് ഉണ്ട്. അതായത് കുറച്ച് ലീനാണോ വെച്ചാൽ ആണ്, എന്നുവെച്ചാൽ ബൾക്കും അല്ല, അറിയാലോ ഒരു ആവറേജ് ഫിറ്റ്. അതിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇയാൾ 3 സ്റ്റേജ് ഓഫ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ 3 സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതും 3 ക്യാരക്ടേഴ്സും 3 ഓപ്പോസിറ്റ് പോളിൽ നിൽക്കുന്നതിൻ്റെ എക്സ്ട്രീം. കാരണം ജസ്കിരത് സിംഗ് റങ്കിയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു റിയൽ വേർഷനെ അല്ല ഹംസ അലി മസാറി എന്ന് പറഞ്ഞൊരു സ്പൈയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം. അറ്റ് ദ സെയിം ടൈം ആ ഒരു സ്പൈ ആയിട്ടും നമുക്ക് കാണാം ആ സ്പൈൻ്റെ ടെൻഷൻ, സ്പൈൻ്റെ ഫ്രസ്ട്രേഷൻ, സ്പൈൻ്റെ ബ്രില്യൻസ് കാണാം. അതേസമയം തന്നെ ഈ ചങ്ങായി ഇടയ്ക്കിടയ്ക്കൊക്കെ ഹംസ അലി മസാറിയിലേക്ക് പെട്ടെന്ന് ചില ഇൻസിഡൻസ് ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ ആ 26/11 മുംബൈ ടെററിസ്റ്റ് അറ്റാക്കൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ സിമിലർ സീൻസ് ഇതിലും ഉണ്ട്. അതുപോലെ തന്നെ ദ റിവെഞ്ച് എന്ന് പറഞ്ഞ ഫൈനൽ ചാപ്റ്ററിലേക്കൊക്കെ വരുമ്പോൾ ഫുള്ളൊരു ബീസ്റ്റ്, അതായത് മതം ഇളകിയ ആന എന്നൊക്കെ പറയില്ലേ, ഇനി മേലെ ആകാശം താഴേത് എന്നുള്ള രീതിയിൽ മറ്റേ മേജർ ഇക്ബാലായിട്ടുള്ള ഫൈറ്റിലൊക്കെ കംപ്ലീറ്റ്ലി സാനിറ്റിയൊക്കെ ലൂസ് ചെയ്ത് ഒരു മാഡ് മാനിനെ പോലെ ചിരിച്ചിരൊക്കെ കിടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് വേറെ ആക്ടേഴ്സാണ് ആക്ട് ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷേ ഒരു മനുഷ്യൻ ഒരു സിനിമയിലാണ് പല വേരിയേഷൻ അതിൻ്റെ പീക്കിലെത്തിച്ചത്. അതേ സിനിമയിൽ തന്നെ കുറച്ച് ഫാമിലി മാൻ്റെ റോൾ ചെയ്യുന്നുണ്ട്. അതേ സിനിമയിൽ തന്നെ കുറച്ച് കോമഡി അല്ല, കുറച്ച് കളിച്ച് ചിരിച്ചിട്ടുള്ള പരിപാടിയുണ്ട്. ഇതെല്ലാം ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നത് അറിയാനില്ല. പീക്ക് ആക്ടിങ്. എസ്പെഷ്യലി ഇതിൻ്റെ ചില റേജ് സീൻസ് ഉണ്ട്. പുള്ളിക്കാരനെ ദേഷ്യം പിടിച്ചിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിൽ നമ്മുടെ ഫസ്റ്റിൻ്റെ അരിയാരി സോങ് ഒക്കെ വെച്ചിട്ട് ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു AK-47 മാത്രം പിടിച്ച് പോയിട്ട് ഒരു പരിപാടിയുണ്ട്. ആബ്സലൂട്ട് സിനിമ സാധനം. അതിലൊക്കെ എമ്മാതിരി റേജ് അറിയോ ഈ ചങ്ങായി. പിന്നെ എൻഡിലേക്ക് വരുമ്പോൾ റാത്ത് ഓഫ് ഗോഡ് സീക്വൻസ്, അൺലീഷ്ഡ്, ഡെവിൽ അൺലീഷ്ഡ് എന്നൊക്കെ പറയുന്നത്. അമ്മാതിരി പെർഫോമർ അൺലീഷ്ഡ്. 10 out of 10 പെർഫോമൻസ് ബൈ രൺവീർ സിംഗ് ഇൻ ദിസ് ഡുവോളജി. ഒന്നും പറയാനില്ല. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഓഫ് ഓൾ ടൈം ഇൻ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററി. അത് അറിയാൻ വേണ്ടിയിട്ട് ഈ 2 പടം മാത്രം കണ്ടാൽ ആബ്സലൂട്ട് വൺ മാൻ ഷോ അവിടെ. അർജുൻ രാംപാലുണ്ട്, മാധവനുണ്ട്, മറ്റവരുണ്ടെന്ന് പറഞ്ഞില്ല. ഒറ്റയ്ക്ക് നിന്ന് 4 മണിക്കൂർ ഇയാളെയാണ് നമ്മൾ കാണുന്നത്.
ഇയാളെ കണ്ണിലൂടെയാണ് സ്റ്റോറി നമ്മൾ ഫീൽ ചെയ്യുന്നത്, നമ്മൾ സ്റ്റോറി ഈ ഒരു ജേണി കൂടെ പോകുന്നത്. ആൻഡ് അത്രയും നേരം കൺവിൻസിങ് ആയിട്ടും ഒരു പൊടിക്ക് മുലയും താഴെയും പോകാണ്ട് പിടിച്ച് ഇയാൾ ചെയ്യുന്ന റേഞ്ച് ഉണ്ടല്ലോ, വൺ ഹെൽ ഓഫ് ആൻ ആക്ടർ മാൻ. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട വേൾഡ് സിനിമയെ തന്നെ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഞാൻ പറയുന്നു. ആബ്സല്യൂട്ട്ലി പീക്ക്, ടു ഗുഡ്. കാരണം അലറലും അടിക്കലും പിടിക്കലും മാത്രമല്ല, ആ ഫിസിക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആക്ഷനൊക്കെ അത് ആ ഒരു ഗണ്ണൊക്കെ പിടിക്കുന്ന ഗണ്ണ് ഹാൻഡിൽ ചെയ്യുന്നതും അതുപോലെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഒക്കെ ചെയ്യുന്നത് അണ്ടർ റേറ്റഡ് അല്ല. നമ്മൾ ഇതുവരെ നോട്ടീസ് ചെയ്യാണ്ട് പോയ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ പീക്ക് ആക്ഷൻ സ്റ്റാർ മെറ്റീരിയലാണ് രൺവീർ സിംഗ്. അപ്പം എല്ലാം കൊണ്ടും അങ്ങനെ ഒരു ആക്ഷൻ സ്റ്റാർ ഓറ ക്യാരി ചെയ്യുന്നതും അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ സീൻസ് കണ്ടാൽ നമുക്ക് ഇമോഷൻ വരിക, അയാൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കുക, അയാൾക്ക് വട്ട് പിടിക്കുക നമുക്ക് വട്ട് പിടിക്കുക, അയാൾ ഇന്നസെൻ്റായി ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നസെൻസ് ഫീൽ ചെയ്യുക. അതെല്ലാം ആക്ടിങ് ഏരിയയും ആക്ഷൻ ഏരിയയും സ്റ്റാർ മെറ്റീരിയൽ ഏരിയയും പെർഫോമർ ഏരിയക്കൊക്കെ 4 മണിക്കൂർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക പീക്ക് ലെവൽ എന്ന് പറയുമ്പോൾ ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. സോ എല്ലാ അവാർഡും ഇയാൾക്ക് കൊടുക്കണം ഈ വർഷത്തെ. ഇറ്റ്സ് രൺവീർ സിംഗ്സ് ദുരന്തർ. പിന്നെ നമുക്ക് അർജുൻ രാംപാലിൻ്റെ വില്ലൻ മെനസിങ് ആണ്, അതുപോലെ തന്നെ റൂത്ത്ലെസ് ആണ്. എന്ന് വെച്ചാൽ വലിയൊരു റഹ്മാൻ്റെ ഒക്കെ ലെവൽ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ആ ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഇയാളെ അറിയാലോ, ഇയാൾക്ക് എത്രയും ഈസ് മോർ ലൈക്ക് എ ഗോറി വയലൻറ്റ് മാൻ. സോ ആ ഒരു വയലൻസ് നേച്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. ചുമ്മാ വയലൻസ് കാണിച്ച് പോവുമല്ല, പുള്ളിക്കാരനെയും കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ അച്ഛനായിട്ടൊരു സീനുണ്ട്, കാരണം ഇയാൾ എന്ത് ചെയ്താലും ഒരു വില വെക്കാത്ത ഒരു ടോക്സിക് തന്തയുണ്ട്. സോ ആ തന്ത കുറേ വെറുപ്പിക്കലൊരു ചങ്ങായിയാണ്. അപ്പോൾ ആ ആക്ടർ അത്ര അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ആ വെറുപ്പ് ഫീൽ ചെയ്യുന്നത്. സോ അയാളെയൊക്കെ ഈ അർജുൻ രാംപാലിനെ നീയൊക്കെ എന്ത് മോനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കുറേ കളിയാക്കുന്നുണ്ട്. സോ ആ ഒരു റേജൊക്കെ പിടിച്ചിട്ടാണ് ഈ ഹംസേൻ്റെ മേലിൽ തീർക്കുന്നത്. ഹംസ സ്പൈ ആണെന്ന് മനസ്സിലായത്. സോ അർജുൻ രാംപാലിൻ്റെ ക്യാരക്ടറും നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ സഞ്ജയ് ദത്തൊക്കെ തവണ കുറച്ചേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി മറ്റേ ഫസ്റ്റ് വെച്ച് നോക്കും, പക്ഷേ ഉള്ളതൊക്കെ പുള്ളിക്കാരൻ സെറ്റായി ചെയ്തിട്ടുണ്ട്. പിന്നെ പടം കൊലത്തൂക്ക് തൂക്കിയ മനുഷ്യൻ, അത് ഞാൻ ഫസ്റ്റ് പാർട്ട് ദുരന്തർ 1ൻ്റെ റിവ്യൂവിൽ കാര്യമായിട്ട് റിവ്യൂവിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു മനുഷ്യനാണ്. പക്ഷേ ആ പടത്തിൽ ഉടനീളം ഇയാളാണ് ചരട് വലിച്ചത്. എല്ലാ സ്ട്രക്ചറിങ്ങിലും ഒരു സെൻട്രൽ പോയിൻ്റ് ആയിട്ട് ഈ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പക്ഷേ ഈ പാർട്ടിൽ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഈ സിനിമ തൂക്കിയ ഷോ സ്റ്റീലർ പുള്ളിക്കാരനാണ്. രാകേഷ് ബേദി എന്ന് പറഞ്ഞ നടൻ ചെയ്തത്. ജമീൽ ജമാലി പീക്ക് ക്യാരക്ടർ, ഈ ഫ്രാഞ്ചൈസിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ പുള്ളിക്കാരനാണ്. ഒന്നും ചെയ്യണ്ട, ഇയാൾ എന്ത് പറഞ്ഞാലും എന്നും വെറുതെ വന്ന് നിന്നാൽ മതി, ചിരി വന്നു പോകും. അല്ലെങ്കിൽ ഇയാൾ പാസ്റ്റ് ചെയ്ത ഓരോ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഓർത്തോർത്ത് ചിരിക്കാനുള്ളൊരു സാധനമുണ്ട്. വൺ ഹെൽ ഓഫ് ആൻ ആക്ടർ, വൺ ഹെൽ ഓഫ് എ ക്യാരക്ടർ. ജമീൽ ജമാലി എന്ന് പറഞ്ഞ ക്യാരക്ടർ തൂക്കി വേണം. എന്തിലേക്കൊക്കെ വരുമ്പോൾ ഇയാളൊരു ട്വിസ്റ്റ് റിവീലിംഗ് ഒക്കെ ഉണ്ട്, ട്വിസ്റ്റ് ഓഫ് ദ ഡെക്കേഡ് എന്നൊക്കെ പറയാം. ഐ ഡിഡ്ന്റ് സോ ദാറ്റ് കമ്മിങ്. അപ്പോൾ അത്രയും നേരം സൈലൻ്റ് ആയിരുന്ന തിയേറ്ററിൽ ഞാനാണ് ഏറ്റവും ഫസ്റ്റ് ഞാൻ കൂവി മീൻസ് ലൈക്ക് ഐ ലോസ്റ്റ് ഇറ്റ്. എനിക്ക് കയ്യിൽ നിന്ന് പോയി. അമ്മാതിരി റിസപ്ഷനൊക്കെ ആ സീന് കിട്ടിയത്. വിഷയം സാധനം തന്നെ. രാകേഷ് ബേദി എസ് ജമീൽ ജമാൽ ഈസ് റിയലി വൺ ഓഫ് ദ ഐക്കോണിക് ക്യാരക്ടേഴ്സ് റീസെൻ്റ്ലി. കിടു. പിന്നെ നമ്മുടെ മാഡി മാധവൻ, അമ്മോ. ഓറ ഫാർമിങ് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് എന്നെ സംബന്ധിച്ച് നോക്കുമ്പം നായകനായ രൺവീറിനേക്കാളും ഈ മാഡി വന്ന് നിൽക്കുന്നത് കുറച്ച് സീനിലേ ഉള്ളൂ. വന്ന് നിന്നാൽ മതി ഇയാൾ. അമ്മാതിരി സ്ക്രീൻ പ്രസൻസ്, അമ്മാതിരി ഒരു ആറ്റിറ്റ്യൂഡ് സ്വാഗി ക്യാരക്ടറാണ്. ആസ് അജിത് ദോവാൽ റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ഇതിലേക്ക് വരുമ്പോൾ അജയ് സന്യാൽ അമ്മാതിരിയാണ്. അജയ് സന്യാൽ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ അജിത് ദോവാൽ നമുക്കറിയാം എങ്ങനെയാണ് ഇയാൾ ഈ ഇന്ത്യൻ സെക്യൂരിറ്റി വിങ്ങിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അമ്മാതിരി ഒരു ബാഡാസ് ചങ്ങായി. അപ്പോൾ അതിൻ്റെ പീക്ക് ലെവൽ ബാഡാസിലാണ് മാധവനെ ചെയ്ത് വിട്ട്. മാധവൻ്റെ എൻട്രി സീനിൽ തന്നെ ഏറ്റവും കൂടുതൽ രൺവീർ സിംഗിനെക്കാളും ഈ സിനിമയിൽ ഏറ്റവും ഹൈ മൊമെൻറ്റ്സിനെക്കാട്ടും തിയേറ്ററിൽ ചിയർ കിട്ടിയത് വേറെ ഒരു നടനും കിട്ടിയിട്ടില്ല പടത്തിൽ. പിന്നെ ആ കിട്ടിയ രാകേഷ് ബേദിക്ക് മാത്രം. സോ അമ്മാതിരി ഒരു പീക്ക് സാധനമാണ് മാധവൻ ചെയ്തത്. അമ്മാതിരി അയാളൊക്കെ ഡയലോഗ് ഡെലിവറി, മാധവൻ്റെ ഒക്കെ ആ ഒരു വോയിസ് തന്നെയൊക്കെ അമ്മാതിരി പീക്കറിയോ. സോ പീക്കാണ് മാധവൻ ഈ പടത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഉസൈറായി അഭിനയിച്ച നമ്മുടെ നടൻ, അതുപോലെ തന്നെ ഇതിൽ ഹംസയുടെ റൈറ്റ് വിങ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ കണ്ട റിസ്വാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായി അഭിനയിച്ച പുള്ളിക്കാരൻ. പിന്നെ നമ്മുടെ എല്ലാവരും സൈഡ് റോൾ ചെയ്ത് എല്ലാവരും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഇതിൽ നമ്മുടെ നമ്മുടെ പുള്ളിക്കാരൻ്റെ ഹീറോയിൻ സാറ അർജുൻ കുറച്ചുകൂടെ മെച്ചുവറാണ് ഫസ്റ്റ് പാർട്ടിനെക്കാളും. കാരണം ആ ഒരു ബർഗർ ബച്ച എന്നൊക്കെ പറയില്ല, ഒരു ബർഗർ ഗേൾ എന്ന് ഫസ്റ്റ് പാർട്ട് പറയുന്ന പോലെ അങ്ങനെ ഒരു പബ്ബിലൊക്കെ പോയി അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണായിരുന്നു ഫസ്റ്റിൽ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഒരു വൈഫായി, ശേഷം മദറായി. കംപ്ലീറ്റ്ലി മെച്ചുവേർഡ് ക്യാരക്ടർ, മെച്ചുവർ ആക്ടിങ് ബൈ സാറ. വളരെ നല്ലൊരു ഇതാണ് ഇവരുടെ കോംബോ. ആ ഒരു ഫസ്റ്റ് റൊമാൻസ് ഒക്കെ എന്തിനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇറങ്ങിയപ്പം. പക്ഷേ
എനിക്ക് എപ്പോഴേ തോന്നി സെക്കൻഡിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടാവും അതിനാണ്. പോരാത്തതിന് അവരുടെ ഒരു കോംബോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് മേക്സ് സെൻസ് ഇൻ സെക്കൻഡ് പാർട്ട്. ആൻഡ് കുറച്ച് സ്ക്രീൻ പ്രസൻസ് ഉള്ളെങ്കിലും ഉള്ളൊരു കിടിലൻ റോളാണ്, ഒരു പിവറ്റൽ റോളാണ് കൊടുത്തത്. അത് നന്നായി ചെയ്യുകയും ചെയ്തു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബഡേ സഹാബിൻ്റെ റിവീലുണ്ട്, ദാവൂദ് ഇബ്രാഹിം. അത് വലിയ വലിയ സ്റ്റാറിനെ കൊണ്ടോ ഇമ്രാൻ ഹാഷിമിയോ സൽമാൻ ഖാനെ കൊണ്ടോ ഒന്നും ചെയ്യിപ്പിക്കാണ്ട് അതുപോലെ ഒരു ലുക്ക് ലൈക്കിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് വളരെ അനുയോജ്യമായ രീതിയിലാണ് ഫിറ്റായത്. സോ റിയൽ ലൈഫ് പൊളിറ്റിക്സിനും സിനിമാറ്റിക് സംഭവത്തിനൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി. വലിയ എക്സാജറേഷനും മാസ് ബിൽഡപ്പ് ഒന്നും ഓവറായി കൊടുത്തില്ല, കിടിലനായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ വന്നു പോകുന്ന ചെറിയ വലുതുമായ എല്ലാ ക്യാരക്ടേഴ്സും തൂക്കിയ ഒരു പടമാണ് സെക്കൻഡ് പാർട്ട്. പിന്നെ ആക്ഷൻ സീക്വൻസും വയലൻസും പീക്ക്, ഒന്നും പറയാനില്ല. വൺ ഓഫ് ദ ഈസിലി ബെസ്റ്റ് കൺവിൻസിങ് ആക്ഷൻ സീക്വൻസ് ദാറ്റ് വി ക്യാൻ ലൈക്ക് ഹോളിവുഡ് ലെവൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഈ നമ്മുടെ സെൻസർ ബോർഡ് കയറി കളിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഫുൾ ഫ്ലഡ്ജഡ് ആയി കാണിക്കുന്നത്. എസ്പെഷ്യലി ആ തലവെട്ടി ഫുട്ബോൾ കളിക്കുന്ന സാധനമൊക്കെ മാൻ ടേക്സ് ഗട്ട്സ് ആദിത്യ ദർ. കാരണം അവിടുത്തെ ആൾക്കാർ അത്രയും വൈൽഡ് ആൻഡ് റൂത്ത്ലെസ് ആണ്. സോ അതിന് വേണ്ടി കാണിക്കണം അത്രയും റൂത്ത്ലെസ് വയലൻസ് ആൻഡ് ഗോർ. കാരണം അല്ലാണ്ട് വയലൻസിനായിട്ട് എടുത്ത സിനിമയല്ല, സിനിമ ഡിമാൻഡ്സ് വയലൻസ്. ആൻഡ് ഫസ്റ്റ് പാർട്ടിനെ ഞാൻ അതന്നെയാണ് പറഞ്ഞത്, ഫസ്റ്റ് പാർട്ടിനേക്കാൾ കൂടുതൽ ബൾക്ക് എമൗണ്ടിൽ ഇതിലുണ്ട് കുറേ വയലൻസ്. കാല് മുറിക്കൽ, ചെത്തൽ, വെടി, പുക, എല്ലാ രീതിയിലുള്ള ഒരു 4 മണിക്കൂർ ബൂം ബാം ആണ്. ഡോൾബി അറ്റ്മോസിൽ ഇത് കാണുമ്പോൾ കിട്ടും ആ കിക്ക് ഉണ്ടല്ലോ, ഈ ഒച്ചയും വെളിയും ബഹളവും കെയോസും പൊടിയും പൊട്ടലും ചീറ്റലും കീറലും അലറലും ഒക്കെ പീക്ക്. അതൊക്കെ എത്ര പീക്ക്, നല്ല രീതിയിൽ VFX ഒന്നും അല്ലാത്ത രീതിയിൽ നല്ല ഇന്നേ വരെ ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു ഗൂഫി അല്ലാത്ത രീതിയിലാണ് കാണിച്ച്. ആദിത്യദർ മേക്കിംഗ് സ്കിൽ ഈസ് ടു ഗുഡ്. ഡയറക്ഷൻ സ്കില്ല് തന്നെ പറയാൻ വേണ്ട. ഈ സിനിമയിൽ എന്ത് പോസിറ്റീവ് ഉണ്ടെങ്കിലും ആരൊക്കെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തതിന് ആ ഒരു കോൺട്രിബ്യൂഷനിലും ആദിത്യദറിന് കുറച്ച് ക്രെഡിറ്റ്സ് ഉണ്ട്. സോ ഇറ്റ്സ് ആൻ ആദിത്യദർ ആദിത്യദർ ആണ് ഈ പടം. ദുരന്തർ ഈസ് ആദിത്യദർ. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എനിക്ക് ഈ പടത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ശാശ്വത് സച്ദേവിൻ്റെ മ്യൂസിക് ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുമ്പം അത്രയും പീക്ക് ഓർത്തിതാക്കാനുള്ള OST മ്യൂസിക്കോ ഒന്നും ഇല്ലെങ്കിലും ഉള്ള സാധനങ്ങളൊക്കെ പെടയാണ്, പ്ലേസ്മെൻറ്റുകളൊക്കെ പെടയാണ്, റെട്രോ സോങ്സ് യൂസ് ചെയ്തൊക്കെ പെടയാണ്. പിന്നെ അറിയാലോ ഡോൾബിയിൽ ആ വരുന്ന സീനിൻ്റെ പൾസിനനുസരിച്ചുള്ള സാധനമാണ് ചെയ്തത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറേ കാലത്തിന് ശേഷം ഇന്ത്യൻ സിനിമയിലെ ഒരു ബിഗ് തിങ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു പടം അത് ദുരന്തറാണ്. കാരണം ഒരു പാർട്ട് ഇറങ്ങിയിട്ട് മറ്റൊരു പാർട്ടിന് വേണ്ടി ഹൈപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്യുക, ആ ഹൈപ്പിനെ കവച്ച് വെക്കുന്ന ഒരു ഓവറോൾ റിസൾട്ട്, എക്കാലത്ത് ഓർത്ത് വെക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, സ്റ്റോറി ലൈന്, സ്ക്രീൻ പ്ലേ, വേൾഡ് സിനിമയ്ക്ക് മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്റ്റഫ്, നമ്മുടെ ബാങ്ങർ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം. സോ ഈ ഇത്രയെടുത്ത് OST മുതൽ ആക്ടിങ് മുതൽ എല്ലാ ആംഗിളിലും ഇത്രയൊരു ഒബ്സസ്ഡ് ആക്കി അല്ലെങ്കിൽ ഒരു ദിവസം പോലും ചിന്തിക്കാതെ പോകാത്തൊരു പടം ഈ അടുത്ത കാലത്ത് എന്തായാലും ഇല്ല. സോ ദുരന്തർ ഹാസ് റിവൈവ്ഡ് ഇന്ത്യൻ സിനിമ, റിവൈവ്ഡ് ദ ഇന്ത്യൻ സിനിഫൈൽ ഇൻസൈഡ് മീ. ആൻഡ് യെസ്, ഇന്ത്യൻ ഫിലിം മേക്കേഴ്സിനൊരു പുതിയ ഉണർവും കുറേ ഡീപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ള ഒരു ഇതും ഊർജ്ജവും കൊടുത്ത ആദിത്യദറിനും ദുരന്തർ ടീമിനെ എന്നും ഞാൻ താങ്ക്ഫുൾ ആയിരിക്കും. ആൻഡ് എന്നിലെ സിനിഫൈലിനെ കുറച്ച് കാലം ഈ 4 മാസം കൊണ്ട് 2 പടങ്ങളും കുറേ ഹാരം കൊള്ളിപ്പിച്ചിട്ടുണ്ട്, കുറേ ത്രില്ലടിപ്പിച്ചിട്ടുണ്ട്, കുറേ ഡേ ഡ്രീം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, കുറേ തിയറി ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട്. സോ അതിനൊക്കെ നന്ദി. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊപ്പഗേണ്ട ക്ലെയിംസ് ആണ്. കാരണം ഇതൊരു ദുരന്തർ സെക്കൻഡ് പാർട്ട് ഒരു പ്രൊപ്പഗേണ്ട മൂവിയാണ്, BJPനെ വൈറ്റ് വാഷ് ചെയ്യുന്നതാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്ലെയിംസ് വരും. പക്ഷേ അതൊക്കെ പറയുന്നവന്മാരെ തല വെട്ടി ഫുട്ബോൾ കളിക്കണം, മറ്റേ ഉസേർ ചെയ്യുന്നമാതിരി. കാരണം സിനിമയായി കാണുക. ഞാൻ ആ ഒരു രീതി കണ്ടുകൊണ്ട് ഈവൻ ആ ഒരു നോട്ട് നിരോധനത്തിൻ്റെ സീൻ ഉണ്ടല്ലോ, മറ്റേ ഡിമോണിറ്റൈസേഷൻ നമ്മുടെ നോട്ടിൻ്റെ. സോ ആ ഒരു സീനൊക്കെ വരുമ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിൽസ് അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു സിനിമാറ്റിക് ഹൈ എന്ന് പറയാം. ഒരു തമാശ സീൻ പോലെ അല്ലെങ്കിൽ എനിക്കൊരു ഫണ്ണായിട്ടാണ് തോന്നിയത്. കാരണം റിയൽ ലൈഫിൽ നടന്ന എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ചെയ്തതാണ് എല്ലാ സാധാരണക്കാരെയും ആ ഒരു നോട്ട് നിരോധനം എന്നറിയാം. പക്ഷേ ഈ ഒരു കഥയിൻ്റെ ഒരു സീരിയസ്നെസ്സിനൊപ്പം ആ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് കോർത്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫണ്ണായിട്ട്, കാരണം ആ ഒരു നോട്ട് നിരോധിക്കുമ്പോൾ നമ്മുടെ ഈ പാകിസ്ഥാനി ടെററിസ്റ്റുകൾക്ക് അതൊരു അടിമാതിരിയാണ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് സിനിമയെ കാണിക്കുന്നത്. അതപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് കാണണം. കാരണം അന്ന് നമ്മളെ കുറേ ഓടിപ്പിച്ച ഒരു സെറ്റപ്പ് അവിടെ ആ ടെററിസ്റ്റുകൾക്ക് എത്ര രീതിയിലാണ് പണി കൊടുത്തതെന്നൊക്കെ ആലോചിക്കുമ്പോൾ അത് ആ രീതിയിൽ കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് വിടണം. അല്ലാണ്ട് അത് മോദി ആ നോട്ട് നിരോധിച്ചൊക്കെ ഒരു വലിയ ഹീറോയിക് സാധനമായിട്ട് അതിനെ ഫ്ലക്സ് ചെയ്ത് അതിനെ വൈറ്റ് വാഷ് ചെയ്ത് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇത് പ്രൊപ്പഗേണ്ട അടിച്ച് കയറ്റിയിട്ട് ഇതാക്കുകയാണ്, ഇത് ആദിത്യദർ അയാളുടെ പാർട്ടീനെ ഇതാക്കുകയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അങ്ങനെ കാണണം. അങ്ങനെയാണ് ഞാൻ കണ്ടത്. പിന്നെ പ്രൊപ്പഗേണ്ട ടീമിന് പറയാൻ പിന്നെ പ്രത്യേകിച്ച് ലോജിക്കും കാര്യമൊന്നും വേണ്ട. സോ ഈവൻ ഇൻഫാക്ട് പേഴ്സണലി ഞാൻ മോദിയെയും അയാളുടെ പാർട്ടിയെയും അല്ലെങ്കിൽ അയാളുടെ പൊളിറ്റിക്സിനെയും ഒന്നും
സപ്പോർട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. ഈവൻ എനിക്ക് അതൊരു ഫണ്ണായി തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കാണണം. സിനിമയായി തന്നെ കാണണം. അതിര് കടക്കുമ്പോൾ മാത്രം നമ്മൾ ചൂണ്ടുവരലാക്കണം. അല്ലാണ്ട് തൊട്ടതിനും പിടിച്ചതിനും പ്രോപ്പഗേണ്ട പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബാഡ് മാൻ. ഇപ്പോൾ ഈ ഒരു 4-5 ദുരന്തറിൻ്റെ ഒരു 4 ഫസ്റ്റും സെക്കൻഡും ഇറങ്ങി 4 മാസത്തിൻ്റെ ശേഷം നമ്മൾ പിറകോട്ട് നോക്കുമ്പോൾ ഒരു 4 മാസത്തിൻ്റെ എന്തെല്ലാം നടന്നതെന്നുള്ളതൊന്ന് പിറകോട്ട് നോക്കുമ്പം ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ലൈക്ക് major changes and impact this duology has made in Indian cinema. എന്തൊരു മാറ്റം, എന്തൊരു ലൈക്ക് ഒരു പുതിയൊരു സെൻസേഷനാണ് ഈ ഒരു ഗ്യാപ്പിനെ കൊണ്ട്, വെറും 4 മാസത്തിൻ്റെ ഗ്യാപ്പിനെ കൊണ്ട് കഴിഞ്ഞു പോയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ വേറെ ഒരു ലെവൽ ഫീലാണ്. അത്രത്തോളം ഒരു റവല്യൂഷനൈസ് ചെയ്ത ഒരു ഇന്ത്യൻ ഫിലിം റീസെൻ്റ്ലി എന്തായാലും ഇല്ല. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ഫോർ ദ ദുരന്തർ revolution. All thanks to Aditya Dar's vision. Peak detailing by Aditya Dar. And thank you so much, man. We needed this. I needed this. Okay? Dhurandhar is one of the best things that ever has happened to the Indian cinema. And Dhurandhar the Revenge is absolutely peak satisfying. And that first part എന്താണോ നമുക്ക് ചെയ്ത് അതിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു കണ്ടിന്യൂഷൻ ആൻഡ് കൺക്ലൂഷനാണ് ദുരന്തർ 2. ഒന്നും നോക്കണ്ട, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. ദിസ് ഈസ് ഈസിലി വൺ ഓഫ് ദ ബെസ്റ്റ് theater experience also I ever had, Dolby experience also I ever had, and Indian one of the best films ever from India. So പോവുക, കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആൻഡ് ആദിത്യ ധറിൻ്റെ അടുത്ത പടം എന്താണെങ്കിൽ പോലും ഞാൻ വെയിറ്റിംഗ് ആണ്. ആ അശ്വത്ഥാമയൊക്കെ വരെ ഒന്ന് റിവൈവ് ചെയ്താൽ മതിയായിരുന്നു. സോ മറ്റൊരു വീഡിയോ ആൻഡ് പ്രോബബ്ലി പ്രൊജക്ട് ഹെയിൽ മേരി ആയിരിക്കും നമ്മൾ അടുത്ത തിയേറ്റർ വാച്ച് അടുത്ത ആഴ്ച ഇറങ്ങുന്ന റയാൻ ഗോസ്ലിങ്ങിൻ്റെ പടം. വളരെ എക്സൈറ്റഡ് ആണ്, നല്ല റിവ്യൂസും ഉണ്ട്. സോ അതിൻ്റെ റിവ്യൂ ആയിരിക്കും.